കഴിഞ്ഞ ദിവസം രാത്രി എല്ലാവരെയും ഭയപ്പെടുത്തിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇറാനിയൻ പടക്കപ്പൽ കൊച്ചിയിലെത്തി എന്നുള്ള വാർത്ത. അതിന് ഇന്ത്യ അഭയം കൊടുക്കുകയാണ്. കൊച്ചി തീരത്ത് ഇറാൻ പടക്കപ്പൽ എത്തുമ്പോൾ ആദ്യ ഇറാൻ പടക്കപ്പലിനുണ്ടായ അതേ വിധി അമേരിക്ക ഇതേ പടക്കപ്പലിനും നൽകിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതുണ്ടാകും. കേരളത്തെ അത് ബാധിക്കും. ഇന്ത്യയെ പൂർണ്ണമായും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആ ഒരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഇന്ത്യക്കുമുണ്ട്, കേരളത്തിനുമുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയും ട്രംപുമായും നടത്തുന്ന ചർച്ചകളും അവരുടെ സ്നേഹബന്ധവും ഒക്കെ വളരെ ദൃഢമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ തീരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വെച്ച ഇറാൻ അത്രയ്ക്കൊരു ഇറാനിയൻ കപ്പലിന് ഒരു അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷേ അത് പറയാൻ കഴിയില്ല. അമേരിക്ക കലിയിളകി ഹാലിളകി നിൽക്കുകയാണ്. ഇറാനിയൻ പടക്കപ്പലായ IRIS ലാവൺ കൊച്ചി തീരത്ത് സുരക്ഷിതമായി നങ്കൂരമിടുമ്പോൾ മേഖലയാകെ അതീവ ജാഗ്രതയിലാണ്. അപ്രതീക്ഷിതമായി ഇറാൻ യുദ്ധക്കപ്പൽ തീരമണിഞ്ഞതിനെ തുടർന്ന് കൊച്ചി നാവികപാത അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ അടിയന്തര സാഹചര്യത്തിൽ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന സർവ്വസന്നാഹങ്ങളുമായി പൂർണ്ണ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് കപ്പൽ കൊച്ചി തുറമുഖത്ത് അഭയം തേടിയത്. ദിവസങ്ങളായി കൊച്ചിയിൽ തുടരുന്ന കപ്പലിൽ ഉണ്ടായിരുന്ന 183 നാവികരെയും തികഞ്ഞ സുരക്ഷയോടെ കൊച്ചിയിലെ നാവിക താവളത്തിലേക്ക് മാറ്റിയതായി കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നാവിക പ്രദർശനത്തിനെത്തിയ ഈ പടക്കപ്പലിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറംലോകത്തിന് യാതൊരുവിധ അറിവും ഇല്ലാതിരുന്നത് വലിയ പ്രതിരോധ ചർച്ചകൾക്കും കടുത്ത ദുരൂഹതകൾക്കും വഴിവെച്ചിരുന്നു. അമേരിക്കൻ സൈന്യം കപ്പൽ തകർത്തുവെന്നോ അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുകയാണെന്നോ ഉള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കാവലിലാണെന്ന ആശ്വാസകരമായ വിവരം പുറത്തുവരുന്നത്. യാത്രക്കിടയിൽ സംഭവിച്ച ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ കാരണമാണ് കപ്പൽ കൊച്ചി തുറമുഖത്ത് അടുപ്പിക്കേണ്ടി വന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാസം അവസാനത്തോടെ മറ്റൊരു ഇറാനിയൻ കപ്പലായ IRIS ബുഷറിനൊപ്പം ലാവണും മുംബൈയിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ലാവണയെക്കുറിച്ച് പെട്ടെന്ന് വിവരങ്ങൾ ഇല്ലാതായത്. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം കപ്പൽ അടുപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഇറാനിയൻ ഭരണകൂടം ഇന്ത്യക്ക് അടിയന്തര അഭ്യർത്ഥന നൽകുകയായിരുന്നു. കപ്പലിന്റെ സാങ്കേതിക തകരാർ പരിഗണിച്ച കൊച്ചി തീരത്ത് നങ്കൂരമിടാൻ കേന്ദ്ര ഭരണകൂടം അനുമതി നൽകുകയും കപ്പൽ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടുകയും ചെയ്തു. സമാനമായ രീതിയിൽ ഇറാന്റെ മറ്റൊരു സൈനിക കപ്പലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇതിനോടകം തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉണ്ടായിരുന്ന ഇറാന്റെ സൈനിക വാഹിനിയായ ബുഷർ നിലവിൽ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇറാന്റെ മറ്റൊരു പ്രധാന കപ്പലായ IRIS സഖത് അടുത്തിടെ വിശാഖപട്ടണത്തിൽ നടന്ന അന്താരാഷ്ട്ര നാവിക പ്രദർശനത്തിലും പങ്കെടുത്തിരുന്നു. കൊച്ചി നാവികപാതയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതീവ സുരക്ഷയാണ്. അതിന് കാരണവുമുണ്ട്. സമാനമായ സാഹചര്യത്തിൽ നേരത്തെ ഇറാന്റെ മറ്റൊരു പടക്കപ്പലായിട്ടുള്ള IRIS ധോനയെ ശ്രീലങ്കയ്ക്ക് അടുത്തുവച്ചാണ് അമേരിക്കൻ സൈന്യം ആക്രമിച്ചത്. മാരകശേഷിയുള്ള ആണവ അന്തർവാഹിനി ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിശാഖപട്ടണത്ത് വെച്ച് നടന്ന മിലൻ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ഇറാൻ കപ്പലിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധ സമാനമായ സംഘർഷാവസ്ഥ ഇപ്പോഴും പുകയുന്നതിനാലാണ് ഇറാനിയൻ കപ്പൽ കൊച്ചിയിലെത്തിയപ്പോൾ ഇന്ത്യൻ നാവികസേന അതീവ ജാഗ്രത പുലർത്തുകയും അറബിക്കടലിൽ ഉടനീളം നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തത്. അമേരിക്കയുടെ ഭീഷണി കാരണമാണ് കൊച്ചിയിൽ കപ്പൽ അടുപ്പിച്ചതെന്നും വിലയിരുത്തലുണ്ട്. അതായത് അമേരിക്കയെ ഭയന്നാണ് ഇത്തരത്തിൽ കപ്പലിന് യന്ത്രത്തകരാറുണ്ട് എന്ന് പറഞ്ഞ് കൊച്ചിയിലേക്ക് അടുപ്പിച്ചതെന്നും പറയുന്നു. അതല്ല, ശരിക്കും യന്ത്രത്തകരാർ ഉള്ളത് കൊണ്ടാണ് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ നിജസ്ഥിതി കാത്തിരുന്ന് തന്നെ കാണണം. അമേരിക്കയ്ക്ക് ഇതേക്കുറിച്ചുള്ള വ്യക്തമായ അറിവുണ്ട്. അമേരിക്ക ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ അതിർത്തി കടന്ന് അമേരിക്ക കടലിലേക്ക് വന്ന് കൊച്ചി തുറമുഖത്ത് വെച്ച് ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത് ഇതുവരെ കൊച്ചി തുറമുഖം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമായിരിക്കും. എന്തായാലും കേരളം അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഇനി ഇറാനിലെ ടെഹ്റാനിലേക്ക് പോവുകയാണെങ്കിൽ ടെഹ്റാനിൽ രാത്രി നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി തെക്കൻ ഇസ്രായേലിൽ മിസൈൽ വർഷവുമായി ഇറാൻ മുന്നിട്ടിറങ്ങിയാണ്. കനത്ത നാശനഷ്ടമാണ് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ അമേരിക്കയും ഇസ്രായേലും ചെയ്തത് കൊടിയ പാതകമാണെന്നും നിങ്ങൾക്ക് അതിൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പുമായി ഖമനേയുടെ എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടു. സൈനിസ്റ്റ് ഭരണകൂടം വരുത്തിയത് പൊറുക്കാനാവാത്ത തെറ്റ്,
കടുത്ത നിരാശയാകും ഇതിന്റെ ഫലം എന്നായിരുന്നു ട്വീറ്റിൽ പറഞ്ഞിരുന്നത്. 3 ഭാഗങ്ങളായി തിരിച്ച പ്രതീകാത്മക ചിത്രമാണ് കുറിപ്പിനൊപ്പമുള്ളത്. ഇറാന്റെ ശാസ്ത്രജ്ഞർ മിസൈൽ നിർമ്മാണശാലയിൽ നിൽക്കുന്ന ചിത്രവും ഏറ്റവും താഴെ മധ്യഭാഗത്തായി മരുഭൂമിയിൽ ഇറാൻ പതാകയുടെ പശ്ചാത്തലത്തിൽ സൈഗർ ലോഞ്ച് നടത്തി നിൽക്കുന്നതും ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് മിസൈലിന്റെ മൂല നഗരങ്ങൾക്കുമേൽ തീമഴയായി പതിക്കുന്നതുമാണ് ചിത്രം. ഖമനിയുടെ മരണത്തിന് പിന്നാലെ എക്സിലെ ബയോയിൽ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ധീര രക്തസാക്ഷി എന്ന് മാറ്റിയിരിക്കുന്നു. ഖമനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലും മധ്യപൂർവ്വ ദേശത്തെ US സൈനിക താവളങ്ങളിൽ കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ അമേരിക്ക സഹായം നൽകണമെന്നും ട്രംപ് പറയുകയാണ്. നിരുപാധികം കീഴടങ്ങല്ലാതെ മറ്റൊരു മാർഗവും ഇറാൻ മുന്നിൽ ഇല്ലെന്നായിരുന്നു ട്രൂത്ത് സോഷ്യൽ ട്രംപ് കുറിച്ചത്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഗ്രഹനാനിലും കടുത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പോസ്റ്റ് അപ്രത്യക്ഷപ്പെട്ടത്. നാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഇറാനെ കരകയറ്റാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങാം, ഞങ്ങൾ നിൽക്കാം. അതിന് സമ്പദ്ഘടനയെ വലിയതും മെച്ചപ്പെടുത്തതുമായ കരുത്തുറ്റതുമാക്കാനും അമേരിക്കയും അമേരിക്ക സഖ്യകക്ഷികളും സഹായിക്കുമെന്നും ഇറാനെ വീണ്ടും മഹത്തരമാക്കുമെന്നും ട്രംപ് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ടെഹ്റാനിൽ 300ഓളം കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണമാണ് നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇസ്രായേൽ ഇറാൻ ആക്രമണങ്ങളിലായി 1332 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസ് സ്ഥിരീകരിച്ചു. 8 ദിവസമായി യുദ്ധം തുടരുന്ന ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 212-ലേറെ ഇതിനകം കൊല്ലപ്പെട്ടു. എന്തായാലും 212 പേരാണ് കൊല്ലപ്പെട്ടത്. നിലവിലെ സാഹചര്യം അങ്ങനെയാണ്. ലോകമെമ്പാടും ഇത് വല്ലാതെ പടരുമോ എന്നുള്ള ഭീതിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാകും മുന്നോട്ട് പോകുന്നത്? യുദ്ധം വലിയ രീതിയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ആഗോള പ്രതിസന്ധി അടക്കമുണ്ടാകും. അതൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഏകദേശം 1 കോടി ഇന്ത്യക്കാർ ഉള്ള മിഡിൽ ഈസ്റ്റിൽ പ്രവാസികൾ, ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് മുഴുവൻ മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള ഗൾഫ് മേഖലകളിലാണ്. അവിടെയൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വിമാനങ്ങൾ റദ്ദാക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു അരക്ഷിത അവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ഖമനയുടെ മരണശേഷം ഒരു നിയന്ത്രണനിര ഇറാനിൽ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ച അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ഇനി മരണം തന്നെയാണ് ഏറ്റവും അവസാനത്തെ ഒരു നിലയെന്ന് പറയുന്നത്. അതുകൊണ്ട് മരണം വരെ പോരാടുക എന്ന രീതിയിലേക്കാണ് ഇറാൻ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയാണ് എങ്കിൽ എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.